നമ്മുടെ അടുത്ത സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തേർഡ് ചാപ്റ്റർ ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അതിൽ രണ്ട് ടോപ്പിക്, ചാപ്റ്റർ കംപ്ലീറ്റ് പറയുന്നില്ല. ആദ്യത്തെ രണ്ട് ചാപ്റ്റർ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, കാരണം അത് അത്രയും എല്ലാ ഭാഗവും ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് അത് അത്ര ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വിശദീകരിച്ചത്. ഇനിയുള്ള ഭാഗങ്ങളൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഭാഗങ്ങൾ മാത്രമാണ് ടച്ച് ചെയ്യുന്നത്. എല്ലാ ഭാഗവും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ള സമയം നമ്മുടെ മുമ്പിൽ ഇല്ല കേട്ടോ. അപ്പൊ ആ രൂപത്തിലാണ് ഇനിയുള്ള ക്ലാസ്സുകൾ വരുന്നത്. അപ്പൊ തേർഡ് ചാപ്റ്ററിൽ രണ്ട് ടോപ്പിക്കാണ് എക്സാമിന് ചോദിക്കുക. ഒന്ന് കണ്ടിജന്റ് കോൺട്രാക്ട് എന്താന്നുള്ളതും രണ്ടാമത്തത് ക്വാസി കോൺട്രാക്ട് എന്താന്നുള്ളതും. ഈ രണ്ട് ഭാഗമാണ് ഇതിൽ നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത്. ഓക്കെ, എന്റെ വോയിസ് അതുപോലെ തന്നെ സ്ക്രീന് രണ്ടും റെഡി അല്ലേ? ഓക്കെ ആണ്. ഓക്കെ 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 അപ്പൊ അതില് ഫസ്റ്റ് ബ്ലോക്ക്, അതില് ഇൻട്രൊഡക്ഷൻ ടു മെർക്കന്റൈൽ ലോ ഫസ്റ്റ് ചാപ്റ്റർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തു. രണ്ടാമത്തത് എസെൻഷ്യൽസ് ഓഫ് എ വാലിഡ് കോൺട്രാക്ട് സെക്കൻഡ് ചാപ്റ്റർ ആണ്. അതും കഴിഞ്ഞ ക്ലാസ്സോട് കൂടെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി മൂന്നാമത്തെ ചാപ്റ്റർ ആയിട്ട് പറയുന്നത് പെർഫോമൻസ് ആൻഡ് ടെർമിനേഷൻ ഓഫ് എ കോൺട്രാക്ട് എന്നുള്ളതാണ്. അതില് രണ്ട് ടോപ്പിക്കുകളാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഒന്നാമത്തത് കണ്ടിജന്റ് കോൺട്രാക്ട്, രണ്ട് ക്വാസി കോൺട്രാക്ട്. ഈ രണ്ട് ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, യെസ്, ഉഷാ മേമോ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള ഭാഗങ്ങൾ കംപ്ലീറ്റ് ടച്ച് ചെയ്ത് പോവാ കേട്ടോ. കണ്ടിജന്റ് കോൺട്രാക്ട് സെഷൻ 31 പറയുന്നത്. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നോക്കിയേ, അതിലൊരു തേർഡ് പോയിന്റിൽ പറഞ്ഞു ഇറ്റ് ഈസ് എ കണ്ടീഷണൽ കോൺട്രാക്ട്. കണ്ടീഷണൽ കോൺട്രാക്ട് അതാണ് അതിൽ നിങ്ങൾ പഠിച്ചു വെക്കേണ്ട ഒരു വാക്ക് കേട്ടോ. എന്തെങ്കിലും കണ്ടീഷൻ ഉണ്ടായാൽ മാത്രമേ ഈ കോൺട്രാക്ട് മുന്നോട്ട് പോവുള്ളൂ. ഞാൻ ഒരു ഉദാഹരണം പറയാണേ. ഞാനൊരു കോൺട്രാക്ട് വെക്കാണ്. ഇപ്പൊ നമ്മുടെ ഈ ക്ലാസ്സില് ഫുൾ മാർക്ക് കിട്ടുന്ന കുട്ടിക്ക്, അഥവാ വരാനിരിക്കുന്ന പരീക്ഷയില് ഫുൾ മാർക്ക് കിട്ടുന്ന കുട്ടിക്ക് എന്റെ വക 1000 രൂപ തരും, ഒരു ഗിഫ്റ്റ് തരും എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, ഇവിടുത്തെ കണ്ടീഷൻ എന്താ? വാട്ട് ഈസ് കണ്ടീഷൻ അല്ലെ? ഫ്യൂച്ചറിൽ നടക്കുന്ന ഒരു കണ്ടീഷൻ, അതെന്താ? ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യാവോ? യെസ്, ഫുൾ മാർക്ക് കിട്ടുക എന്നുള്ളത് അല്ലെ? ഞാൻ ചോദിക്കട്ടെ, അത് ഉറപ്പായിട്ട് നടക്കുമോ? ആ സംഭവം ഉറപ്പായിട്ട് നടക്കുമോ? പറയാൻ പറ്റുമോ നമുക്ക്? യെസ്, ഓക്കെ ഓക്കെ അപ്പോ ഈ ഒരു കോൺട്രാക്റ്റിന്റെ ടൈപ്പാണ്, അതായത് ഭാവിയിൽ നടക്കാൻ പോകുന്ന ഒരു ഇവന്റ്, ഒരു ഫ്യൂച്ചർ ഇവന്റ്. നമുക്കൊരിക്കലും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റൂല അത് നടക്കുമല്ലേ എന്നുള്ളത്. നമുക്കൊരിക്കലും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റൂല. നടക്കാം, നടക്കാതിരിക്കാം അല്ലെ? അപ്പൊ ഫ്യൂച്ചറിൽ സാധ്യതയുള്ള, നടക്കാനോ നടക്കാതിരിക്കാനോ സാധ്യതയുള്ള ഒരു ഇവന്റ് ബേസ് ചെയ്തിട്ട് നമ്മളൊരു കോൺട്രാക്ട് ചെയ്യുമ്പോൾ അതിനെയാണ് കണ്ടിജന്റ് കോൺട്രാക്ട് അല്ലെങ്കിൽ കണ്ടീഷണൽ കോൺട്രാക്ട് എന്ന് പറയുന്നത്. ഇവിടെ ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് 1000 രൂപ തരാ എന്നുള്ളതാണ് നമ്മുടെ കോൺട്രാക്ട്. ആ കോൺട്രാക്ടിന്റെ കണ്ടീഷൻ എന്താ? എല്ലാവർക്കും കിട്ടൂല. നമ്മുടെ എക്സാം കഴിഞ്ഞ് ഫുൾ മാർക്ക് കിട്ടുന്നവർക്ക് 1000 രൂപ കിട്ടുള്ളൂ. അപ്പൊ അവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്, എക്സാം കഴിയണം, അതിന്റെ മാർക്ക് ഫുൾ മാർക്ക് കിട്ടും വേണം അല്ലെ? അപ്പൊ ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന ഒരു ഇവന്റ്, ആ ഇവന്റ് ബേസ് ചെയ്ത് നടക്കാതിരിക്കാട്ടോ, രണ്ടിനും ഓപ്ഷൻ ഉണ്ട്. നടക്കാനും നടക്കാതിരിക്കാനും സാധ്യത ഉണ്ട്. അപ്പൊ ഫ്യൂച്ചറിൽ നടക്കാനോ നടക്കാതിരിക്കാനോ സാധ്യതയുള്ള ഒരു ഇവന്റ് ബേസ് ചെയ്തിട്ട് നമ്മൾ വെക്കുന്ന കോൺട്രാക്റ്റിനെയാണ് കണ്ടിജന്റ് കോൺട്രാക്ട് അല്ലെങ്കിൽ കണ്ടീഷണൽ കോൺട്രാക്ട് എന്ന് പറയുന്നത്. സെക്കൻഡ് പോയിന്റ് നോക്കി നിങ്ങള്, ദ പെർഫോമൻസ് ഓഫ് എ കണ്ടിജന്റ് കോൺട്രാക്ട് ബിക്കംസ് ഡ്യൂ ഓൺലി എപ്പോഴാ? upon the happening or not happening of a some future uncertain event. ഇതാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ്. ഫ്യൂച്ചറിലെ അൺസർട്ടൻ ഇവന്റ്, നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു ഇവന്റ്, അഥവാ നടക്കാനും നടക്കാതിരിക്കാനൊക്കെ സാധ്യത ഉണ്ട്. അതാണ് അൺസർട്ടൻ ഇവന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഫ്യൂച്ചറിലെ ഒരു അൺസർട്ടൻ ഇവന്റ് അല്ലെ, അത് സംഭവിക്കാനോ സംഭവിക്കാതിരിക്കാനോ സാധ്യത ഉണ്ട് അല്ലെ? ആ ഒരു
ഇവന്റുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നമ്മൾ വെക്കുന്ന ഒരു കോൺട്രാക്റ്റിനെയാണ് കണ്ടിജന്റ് കോൺട്രാക്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ഞാൻ പറയാണ്, ഇപ്പൊ ഇതിലൊരാള്, ഇപ്പൊ സുനിത, ഞാൻ പറയാണ് സുനിതക്ക് ഗവൺമെന്റ് ജോബ് കിട്ടിയാല് ഞാന് അവൾക്കൊരു 10,000 രൂപ ഗിഫ്റ്റ് ആയിട്ട് തരാം. സുനിതക്ക് ഒരു ഗവൺമെന്റ് ജോബ് കിട്ടിയാൽ 10,000 രൂപ ഞാൻ ഗിഫ്റ്റ് തരാം. ഇവിടെ ഒരു കണ്ടീഷൻ ഉണ്ട് അല്ലെ? കണ്ടീഷൻ എന്താണ്? ഗവൺമെന്റ് ജോബ് കിട്ടുക എന്നുള്ളൊരു കണ്ടീഷൻ. അതെപ്പോഴാ? ഫ്യൂച്ചറിൽ. ഉറപ്പാണോ? പറയാൻ പറ്റൂല അല്ലെ? ഫ്യൂച്ചർ അൺസർട്ടൻ ഇവന്റ് ആണ്, സംഭവിക്കാം സംഭവിക്കാതിരിക്കാം. അപ്പൊ ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന ഒരു അൺസർട്ടൻ ഇവന്റ് ബേസ് ചെയ്തിട്ട് നമ്മൾ വെക്കുന്ന ഒരു കോൺട്രാക്റ്റിനെയാണ് കണ്ടിജന്റ് കോൺട്രാക്ട് എന്ന് പറയുന്നത്. ഇനി നോക്കിയേ, അക്കോർഡിംഗ് ടു സെഷൻ 31 ഓഫ് ദ കോൺട്രാക്ട് ആക്ട്, എ കണ്ടിജന്റ് കോൺട്രാക്ട് ഈസ് എ കോൺട്രാക്ട് ടു ഡു ഓർ നോട്ട് ടു ഡു സംതിങ്, ചെയ്യാതിരിക്കുക. ഇഫ് സം ഇവന്റ്, അപ്പൊ ഏതെങ്കിലും ഒരു ഇവന്റ് ചെയ്യാതിരിക്കുക. അപ്പൊ ഇവിടെ ഇവന്റ് അറിയണ ഞാൻ 10,000 രൂപ സുനിതക്ക് കൊടുക്കുന്നതാണ് ഇവിടുത്തെ ഇവന്റ് അല്ലെ? കൊടുക്കാം കൊടുക്കാതിരിക്കാം. എന്ത് ബേസ് ചെയ്തിട്ടാ? കൊളാറ്ററൽ ടു സച്ച് കോൺട്രാക്ട് ഡസ് ഓർ ഡസ് നോട്ട് ഹാപ്പൻ. ആ ഒരു കോൺട്രാക്ട് സംഭവിക്കാനും സംഭവിക്കാതിരിക്കാനും സാധ്യതയുണ്ട്. ഡിപ്പെൻഡ് അപ്പോൺ ദ ഫ്യൂച്ചർ ഇവന്റ് അല്ലെ? ആ ഒരു സാധനം അവിടെ നോട്ട് ചെയ്യണം. ഡിപ്പെൻഡ്സ് അപ്പോൺ ഫ്യൂച്ചർ ഇവന്റ്. ഒരു ഭാവിയിൽ നടക്കാൻ പോകുന്ന ഒരു ഇവന്റുമായിട്ട് റിലേറ്റഡ് ആയിട്ട് സംഭവിക്കാനും സംഭവിക്കാതിരിക്കാനും സാധ്യതയുള്ള ഒരു കോൺട്രാക്റ്റിനെയാണ് നമ്മൾ കണ്ടിജന്റ് കോൺട്രാക്ട് എന്ന് പറയുന്നത്. അതിൽ സെക്കൻഡ് പോയിന്റ്, ദ പെർഫോമൻസ് ഓഫ് എ കണ്ടിജന്റ് കോൺട്രാക്ട്. കണ്ടിജന്റ് കോൺട്രാക്ട് എപ്പോഴാണ് നടക്കുക? ബിക്കം ഡ്യൂ ഓൺലി upon the happening or not happening of some future uncertain event. ഭാവിയിലുള്ള ഒരു അൺസർട്ടൻ ഇവന്റ് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മുടെ കണ്ടിജന്റ് കോൺട്രാക്ട് ഉള്ളത്. അത് സംഭവിക്കാം സംഭവിക്കാതിരിക്കാം അല്ലെ? ആ ഇവന്റ് സംഭവിച്ചാൽ ആ കോൺട്രാക്ട് അവിടെ നടക്കും. ഇവന്റ് സംഭവിച്ചില്ലെങ്കിലോ കോൺട്രാക്ട് ഉണ്ടാവില്ല. സുനിതക്ക് ഗവൺമെന്റ് ജോബ് കിട്ടിയാൽ ആ ഒരു 10,000 രൂപ അവിടെ കൊടുക്കും, അപ്പൊ അവിടെ കോൺട്രാക്ട് ഉണ്ടാവും. ഗവൺമെന്റ് ജോബ് കിട്ടിയില്ലെങ്കിലോ ആ 10,000 കൊടുക്കില്ല, അപ്പൊ കോൺട്രാക്ട് ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന ഒരു ഇവന്റ് റിലേറ്റഡ് ആയിട്ട് വരുന്ന കോൺട്രാക്റ്റിനെയാണ് കണ്ടിജന്റ് കോൺട്രാക്ട് എന്ന് വിളിക്കുന്നത്. നോക്കിയേ, കോൺട്രാക്ട് ഓഫ് ഇൻഷുറൻസ് അല്ലെ? അതുപോലെ കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റി, അതുപോലെ കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി, അതൊക്കെ പറയുന്നത് അതാണ്. നോക്കി, നിങ്ങൾ സിമ്പിൾ ആയിട്ട് നോക്കി, ഇൻഷുറൻസ്, നമ്മൾ വാഹനത്തിന് ഇൻഷുറൻസ് എടുക്കുന്നുണ്ടല്ലോ അല്ലെ? അതൊരു കണ്ടിജന്റ് കോൺട്രാക്റ്റാണ്. അതിലെന്താ പറയുന്നത്? നമ്മൾ വാഹനം ഒരു വർഷത്തിന്റെ ഇടയിൽ വല്ല ആക്സിഡന്റും സംഭവിക്കുന്ന ഒരു ഉറപ്പില്ല അല്ലെ? സംഭവിച്ചാൽ എന്ത് ചെയ്യാം? ആ പ്രശ്നം അതിന്റെ എത്രയാണോ ഫണ്ട് വരുന്നത് അത് അവര് തരും. സംഭവിച്ചില്ലെങ്കിലോ ഉണ്ടാവില്ല. അപ്പോ ഒരു ആക്സിഡന്റ് ഉണ്ടായാലേ എന്ത് നടക്കുള്ളൂ? അവിടെ കോൺട്രാക്ട് മുന്നോട്ട് പോവുള്ളൂ അല്ലെ? കോൺട്രാക്ട് ഉണ്ടാവുള്ളൂ. ആക്സിഡന്റ് സംഭവിച്ചിട്ടില്ലെങ്കിലോ അവിടെ കോൺട്രാക്ട് ഉണ്ടാവില്ല. അത്രേ ഉള്ളൂ അല്ലെ? അതുപോലെ ഗ്യാരണ്ടി, ഇപ്പൊ നമ്മളൊരു ഫ്രിഡ്ജ് വാങ്ങിച്ചു, 2 വർഷത്തെ ഗ്യാരണ്ടി കിട്ടി. അപ്പൊ ഫ്രിഡ്ജിന് എന്തെങ്കിലും കംപ്ലൈന്റ് വന്നാലേ അവിടെ എന്ത് നടക്കുള്ളൂ? കോൺട്രാക്ട് നടക്കുള്ളൂ അല്ലെ? ഇല്ലെങ്കിലോ കോൺട്രാക്ട് ഉണ്ടാവില്ല. ഓക്കെ, ഇപ്പൊ 2 വർഷം ഒരു കംപ്ലൈന്റ് വന്നില്ല ഫ്രിഡ്ജിന്, അപ്പൊ സ്വാഭാവികമായിട്ടും പിന്നെ ഗ്യാരണ്ടി എന്നുള്ള സാധനം അവിടെ ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന ഒരു ഇവന്റ് അത് സംഭവിച്ചാലോ സംഭവിക്കാനും സംഭവിക്കാതിരിക്കാനും സാധ്യത ഉണ്ട്. ആ ഇവന്റ് സംഭവിച്ചാൽ കോൺട്രാക്ട് അവിടെ നടക്കും. ഇവന്റ് സംഭവിച്ചില്ലേ കോൺട്രാക്ട് നടക്കൂല. അത്തരത്തിലുള്ള ഇവന്റുകളെയാണ് അത്തരത്തിലുള്ള കോൺട്രാക്റ്റുകളെയാണ് കണ്ടിജന്റ് കോൺട്രാക്ട് എന്ന് പറയുന്നത്. താഴെ എക്സാമ്പിൾ നോക്കിയേ, എ കോൺട്രാക്ട്സ് ടു പേ ₹10,000 ടു ബി. അപ്പൊ എ ഒരു കോൺട്രാക്ട് വെക്കാണ്, ആർക്ക്? ബിക്ക് 10,000 രൂപ കൊടുക്കും. എപ്പോ? ഇഫ് ഹിറ്റ്സ് ഹൗസ് ഈസ് ബേൺ, ബിയുടെ വീട് കത്തിപ്പോയാൽ അല്ലെ? ബിന്റെ വീട് കത്തിയാൽ, ചിലപ്പോൾ ഒരു ഇൻഷുറൻസ് ഒക്കെ കാരണം ചെയ്യുന്ന. അപ്പൊ ബിന്റെ വീട് എങ്ങാനും കത്തിപ്പോവാണെങ്കിൽ, കത്തി നശിക്കുകയാണെങ്കിൽ എത്ര കൊടുക്കും? 10,000 രൂപ കൊടുക്കും എന്നുള്ള ഒരു കണ്ടിജന്റ് കോൺട്രാക്ട് വെക്കുകയാണ്. ദിസ് ഇസ് എ കണ്ടിജന്റ് കോൺട്രാക്ട് ആറ്റ് ഇറ്റ്സ് പെർഫോമൻസ് ഈസ് ഡിപ്പെൻഡ് അപ്പോൺ അൺസർട്ടൻ ഇവന്റ് അല്ലെ? ബിയുടെ വീട് കത്തുക, അതാണ് ഇവിടുത്തെ ഇവന്റ് അല്ലെ? ബേണിംഗ് ഓഫ് ബിസ് ഹൗസ്, ബിയുടെ വീട് കത്തിപ്പോവുക. ഈ ഒരു ഭാവിയിൽ നടക്കാൻ പോകുന്ന ഒരു സെർട്ടൻ ഇവന്റുമായിട്ടാണ് നമ്മൾ ഈ കോൺട്രാക്റ്റിന് റിലേറ്റ് ചെയ്തിട്ടുള്ളത്. അത്തരത്തിലുള്ള കോൺട്രാക്റ്റിനെയാണ് കണ്ടിജന്റ് കോൺട്രാക്ട് എന്ന് പറയുന്നത്. ഈ കോൺസെപ്റ്റ് ക്ലിയർ ആയോ? കണ്ടിജന്റ് കോൺട്രാക്ട് എന്താണെന്നുള്ളത് ക്ലിയർ ആയോ? ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്താണേ. ഓക്കെ ആണോ? കോൺസെപ്റ്റ് കിട്ടിയോ? ഓക്കെ, റെഡി. ഇതൊക്കെ ആ കറക്റ്റ് എക്സാമ്പിൾ വെച്ചിട്ട് മനസ്സിലാക്കട്ടോ. പലപ്പോഴും ഞാൻ പറയുന്നത്, നമ്മൾ ഈ ലോ പേപ്പർ എപ്പോഴും എന്ത് ചെയ്യാറ്, നിങ്ങൾ ഫുൾ എക്സാമ്പിൾ വെച്ചിട്ടാണ് പഠിക്കേണ്ടത്. അല്ല നമ്മളിങ്ങനെ കുറെ വായിച്ചു പഠിച്ചിട്ട് കാര്യമല്ല. ഇതൊക്കെ ഇങ്ങനെ ഓരോ എക്സാമ്പിൾ ബേസ് ചെയ്തിട്ട് ഇങ്ങനെ പഠിക്കുക, അതായിരിക്കും ഏറ്റവും ബെറ്റർ. പിന്നെ നമുക്ക് നമ്മുടെ വാക്കിൽ തന്നെ എഴുതാം, അത് കുഴപ്പമൊന്നുമില്ല. ഇനി നോക്കിയേ, ഒരു കണ്ടിജന്റ് കോൺട്രാക്ടിന്റെ എസെൻഷ്യൽസ് അല്ലെ? എസെൻഷ്യൽസ് ആയിട്ട് ഇപ്പൊ അടിയാണ്.
നമ്മൾ ഓഫറിന്, അക്സെപ്റ്റൻസിന്, കൺസിഡറേഷൻ ഒക്കെ ആകെ എസെൻഷ്യൽസാണ് പഠിച്ചത്. എവിടെയുണ്ട് കണ്ടീജന്റ് കോൺട്രാക്ടിന്റെ എസെൻഷ്യൽസ്? ഒന്ന്, there must be a valid contract. കോൺട്രാക്ട് എന്തായിരിക്കണം? ഒരു ഡൗട്ട് ഉണ്ടാവും? ഓക്കെ, ഒരു വാലിഡ് കോൺട്രാക്ട് ആയിരിക്കണം. വാലിഡ് കോൺട്രാക്ടിന്റെ കുറെ എസെൻഷ്യൽസ് നമ്മൾ വേറെ പഠിച്ചിട്ടുണ്ട്, ഒരു 10 അല്ലെ, എഗ്രിമെന്റ്, ഫ്രീ കൺസെന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ 10 പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ എവിടെയും ബാധകമാണ്, ഈ കണ്ടിജന്റ് കോൺട്രാക്റ്റിലും ബാധകമാണ്. അതൊക്കെ ഇവിടെ ഉണ്ടാവണം കേട്ടോ. അപ്പോൾ ഒരു വാലിഡ് കോൺട്രാക്ട് ആയിരിക്കണം, അതാണ് ഫസ്റ്റ് എസെൻഷ്യൽ. രണ്ടാമത്, ദ പെർഫോമൻസ് ഓഫ് കോൺട്രാക്ട് മസ്റ്റ് ബി കണ്ടീഷണൽ. കണ്ട, ഈ കോൺട്രാക്ട് എന്തായാലും നടക്കും നമുക്ക് പറയാൻ പറ്റൂല, കണ്ടീഷണലാ അല്ലെ. ആ ഇവന്റ് സംഭവിച്ചാൽ കോൺട്രാക്ട് ഉണ്ടാവും, ഇവന്റ് സംഭവിച്ചില്ലേ കോൺട്രാക്ട് ഉണ്ടാവില്ല. നോക്കിയേ, ഹാപ്പനിങ് ഓർ നോൺ ഹാപ്പനിങ് ഓഫ് സം ഫ്യൂച്ചർ ഇവന്റ്. ആ ഇവന്റ് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇവിടെ കോൺട്രാക്ട് ഉള്ളത്. ഇവന്റ് സംഭവിച്ചാൽ കോൺട്രാക്ട് സംഭവിക്കും, ഇവന്റ് സംഭവിച്ചില്ലേ കോൺട്രാക്ട് ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ അത് കണ്ടീഷണൽ ആണ്. തേർഡ്, ദ ഇവന്റ് മസ്റ്റ് ബി അൺസേർട്ടൈൻ. നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു ഇവന്റ് ആയിരിക്കും അൺസേർട്ടൈൻ അല്ലെ, പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇവന്റ് സംഭവിക്കാതിരിക്കാം അല്ലെ, രണ്ടും നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതാണ് അൺസർട്ടൻ ഇവന്റ് ആയിരിക്കും ഈ ഒരു കണ്ടീഷൻ കോൺട്രാക്റ്റിൽ ഉണ്ടാകുന്നത്. നെക്സ്റ്റ്, ദ ഇവന്റ് മസ്റ്റ് ബി കൊളാക്ടറൽ ടു ദ കോൺട്രാക്ട്. ഇവന്റ് കോൺട്രാക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കും. കൊളാക്ടറൽ എന്നാൽ ബന്ധപ്പെട്ട് കിടക്കും. അതായത് ഇവന്റ് സംഭവിച്ചാൽ കോൺട്രാക്ട് ഉണ്ടാവും, ഇവന്റ് സംഭവിച്ചില്ലേ കോൺട്രാക്ട് ഉണ്ടാവില്ല. അപ്പൊ കോൺട്രാക്റ്റുമായിട്ട് ആര് ബന്ധപ്പെട്ട് കിടക്കും? ആ ഇവന്റ് കൊളാട്രൽ ആയിട്ട് കിടക്കും, അഥവാ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് കിടക്കും. അഞ്ചാമത്, ദ ഇവന്റ് ഷുഡ് നോട്ട് ബി ഡിസ്ക്രിഷൻ ഓഫ് ദ പ്രോമിസർ. പ്രോമിസർക്ക് ആ ഇവന്റ് തീരുമാനിക്കാൻ കഴിയില്ല അല്ലെ. ആ ഇവന്റ് സംഭവിക്കാതിരിക്കുക അതൊരിക്കലും പ്രോമിസറുടെ കയ്യിൽ വരുന്ന കാര്യമല്ല. ഒരു ആക്സിഡന്റ് സംഭവിക്കുക അല്ലെ, അതൊരിക്കലും നമ്മളെ പ്രോമിസർക്ക് അല്ലെങ്കിൽ ഓഫറർക്ക് പറയാൻ കഴിയില്ല. സംഭവിക്കാതിരിക്കുക. അപ്പൊ ഒരിക്കലും എന്തല്ല, ആ ഇവന്റ് പ്രോമിസറുടെ കയ്യിൽ വരുന്ന കാര്യമല്ല, അതൊരു ഫ്യൂച്ചർ ഇവന്റ് ആണ്, സംഭവിക്കാതിരിക്കാം. ഓക്കെ, അപ്പൊ ഇതാണ് കണ്ടിജന്റ് കോൺട്രാക്ടിന്റെ എസെൻഷ്യൽസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് ക്വാസി കോൺട്രാക്ട്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്തായാലും ക്വാസി കോൺട്രാക്ട് ഒരു ക്വസ്റ്റ്യൻ എങ്കിലും ഷുവർ ആയിരിക്കും കേട്ടോ. ചിലപ്പോൾ 2 മാർക്കിന് അല്ലെങ്കിൽ 5 മാർക്കിനൊക്കെ ചോദിക്കാൻ സാധ്യത ഉണ്ട്. വാട്ട് ഈസ് ക്വാസി കോൺട്രാക്ട്, വാട്ട് ആർ ദ ടൈപ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കാൻ സാധ്യത ഉണ്ട്. നോക്കിയേ, സത്യത്തില് ഈ ക്വാസി കോൺട്രാക്ട് കറക്റ്റ് മനസ്സിലാക്കുക കേട്ടോ. ക്വാസി കോൺട്രാക്ട് ആണ് ശരിക്കും ഒരു കോൺട്രാക്ട് അല്ല. നമ്മൾ ഒരു കോൺട്രാക്ട് ഉണ്ടാക്കണം എന്ന ഇന്റൻഷനോട് കൂടെ ചെയ്യുന്നതല്ല, മറിച്ച് ആ സാഹചര്യങ്ങൾ എന്താക്കാണ്, അതിന് കോൺട്രാക്ട് ആക്കി മാറ്റുകയാണ്. ഒരു ഉദാഹരണം, ഇപ്പോ ഞാൻ ഇങ്ങനെ പോകുന്ന വഴിയില് എനിക്കൊരു പേഴ്സ് കളഞ്ഞു കിട്ടി. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഞാൻ പോലും അറിയാതെ ഒരു കോൺട്രാക്ട് ഉണ്ടായി മാറുന്നുണ്ടല്ലോ. എന്താണ് ആ കോൺട്രാക്ട്? ഒരു പേഴ്സ് എന്റെ അല്ല കേട്ടോ, വേറെ ഒരാളുടെ പേഴ്സ്, അതിൽ കുറെ ഡോക്യുമെന്റ്സ് ഉണ്ട്, കുറെ ക്യാഷ് ഒക്കെ ഉണ്ട്. അങ്ങനെ ഒരു പേഴ്സ് എനിക്ക് വഴിയിൽ നിന്ന് കളഞ്ഞു കിട്ടി. ഇവിടെ ഉണ്ടാകുന്ന ഒരു കോൺട്രാക്ട് ഉണ്ടല്ലോ, ഞാൻ ആരെ അക്സെപ്റ്റൻസ് പറഞ്ഞിട്ടില്ല, പക്ഷെ അറിയാതെ ഒരു ഉണ്ട്. ഏതാണ് ആ കോൺട്രാക്ട്? എന്താണ് അവിടെ ഉണ്ടാകുന്ന കോൺട്രാക്ട്? ആ പേഴ്സ് ആ വ്യക്തിയിലേക്ക് റിട്ടേൺ ചെയ്യണം. ഇത് ഞങ്ങൾ ആ ഒരു അഗ്രിമെന്റ് എഴുതിയിട്ടൊന്നുമില്ല, ഇവിടെ ഓഫർ അക്സെപ്റ്റൻസ് ഒന്നും ഉണ്ടായിട്ടില്ല, പക്ഷെ ഒരു കോൺട്രാക്ട് അവിടെ നടന്നിട്ടുണ്ട്. എന്താണ് ആ കോൺട്രാക്ട്? ആ പേഴ്സ് അയാൾക്ക് തിരിച്ചു കൊടുക്കുക. അതെന്റെ ഉത്തരവാദിത്തമാണ് അല്ലെ. ആ ഉത്തരവാദിത്തം ഞാൻ തീർച്ചയായിട്ടും പാലിച്ചിരിക്കണം. ഇതാണ് ക്വാസി കോൺട്രാക്ട്. അപ്പൊ സത്യത്തിൽ അതൊരു കോൺട്രാക്ടിന്റെ ഭാഗമല്ല, പക്ഷെ എന്താണ്, അത് കോൺട്രാക്ട് ആയി തീരാണ്. പിന്നെ കുറച്ച് മുമ്പ് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നമായിരുന്നു അല്ലെ. ഇപ്പൊ ഞാൻ റീചാർജ് ചെയ്തു, ഞാൻ എന്റെ ഫോണിക്ക് അല്ലെങ്കിൽ എന്റെ വീട്ടിലത്തെ എന്റെ ഉമ്മാന്റെ ഫോണിക്ക് റീചാർജ് ചെയ്തു, ഒരു 500 രൂപ റീചാർജ് ചെയ്തു. അതറിയാതെ ഷഹനാഷറിന്റെ ഫോണിലേക്കാണ് കയറിയത്. ഒരു നമ്പർ മാറി, നമ്പർ ചേഞ്ച് ആയി, നേരെ ഷഹനാഷറിന്റെ ഫോണിലേക്ക് ആ പൈസ കയറി. ഇപ്പൊ ഇവിടെ ഷഹനാഷറിൻ എന്ന് പറയുന്ന ആൾക്ക് ഒരു കോൺട്രാക്ട് ഉണ്ടായി തീരുന്നുണ്ട്. എന്ത്? എന്തായാലും 500 കിട്ടി, കിടക്കട്ടെ ഇവിടെ എന്ന് പറയാൻ പറ്റൂല. ആ 500 എന്ത് ചെയ്യണം? എനിക്ക് തിരിച്ചു തരണം അല്ലെ. അത് നമ്മൾ തമ്മിൽ കോൺട്രാക്ട് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല, പക്ഷെ അത് ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു കോൺട്രാക്ട് ആയിട്ട് മാറുകയാണ്. കാരണം അത് ഇയാൾക്ക് ഷഹനാഷറിന്റെ അവകാശപ്പെട്ട ക്യാഷ് അല്ല, അത് എനിക്ക് ബൈ മിസ്റ്റേക്കിൽ വന്നതാണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം? അയാൾ അത് തിരിച്ചു തരണം അല്ലെ. മുമ്പ് ഒരു ന്യൂസ് കണ്ടിരുന്നു, നിങ്ങൾ ശ്രദ്ധിച്ചാവോ? ഒരാളുടെ അക്കൗണ്ടിൽ വലിയൊരു എമൗണ്ട്, എത്രയോ 10 ലക്ഷമോ അങ്ങനെ വലിയൊരു എമൗണ്ട് ഒരാളുടെ അക്കൗണ്ടിൽ അറിയാതെ കയറി. അയാളാണല്ലോ, അതായത് വേറെ ഏതോ ഒരാള് അക്കൗണ്ട് നമ്പർ ടൈപ്പ് ചെയ്തപ്പോൾ മാറിപ്പോയതാണ്. അങ്ങനെ അത് മാറിയിട്ട് ബൈ മിസ്റ്റേക്ക് ആയിട്ട് ഇയാളുടെ അക്കൗണ്ട് കയറി. 10 ലക്ഷമൊക്കെ തോന്നുന്നു, വലിയൊരു എമൗണ്ട്.
സ്വാഭാവികമായിട്ട് അയാൾ എന്ത് ചെയ്തു, നേരെ ബാങ്കിലാണ് കോൺടാക്ട് ചെയ്തത്. അങ്ങനെ ബാങ്ക് കോൺടാക്ട് ചെയ്തപ്പോഴാണ് മനസ്സിലായത് വേറെ ഒരാളുടെ മാറി വന്നതാണ്. അങ്ങനെ എന്ത് ചെയ്തു, അയാൾ ആ എമൗണ്ട് അയാളുടെ അക്കൗണ്ടിലേക്ക് തന്നെ തിരിച്ചു കൊടുത്തു. കണ്ട, ഇവിടെയൊക്കെ ഒരു കോൺട്രാക്ട് ഉണ്ടായിത്തീരുന്നു. നമ്മൾ മനഃപൂർവ്വം ഉണ്ടാക്കുന്നതല്ല, പക്ഷെ അറിയാതെ ഒരു കോൺട്രാക്റ്റിലേക്ക് അത് എത്തുന്നുണ്ട്. ആ കോൺട്രാക്റ്റുകളെയാണ് ക്വാസി കോൺട്രാക്ട് എന്ന് പറയുന്നത്. സെഷൻ 68 മുതൽ 72 വരെയാണ് ഇതിന്റെ ഡീറ്റെയിൽസ് പറയുന്നത്. നോക്കിയേ, ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ പ്രിൻസിപ്പിൾ. ഒരു പ്രിൻസിപ്പിൾ ബേസ് ചെയ്തിട്ടാണ്. നോ മാൻ മസ്റ്റ് ഗ്രോ റീച്ച് ഔട്ട് അങ്ങനെ എനിക്ക് പേഴ്സ് കളഞ്ഞു കിട്ടി അല്ലെ. സത്യത്തിൽ എന്റെ 10,000 രൂപ ഉണ്ട്. ഈ 10,000 രൂപ എനിക്ക് ചെലവാക്കാൻ അനുമതിയില്ല. കാരണം എന്താ, അതാ പറഞ്ഞു, നോ മാൻ മസ്റ്റ് ഗ്രോ റീച്ച് ഔട്ട് അനദർ പേഴ്സൺ കോസ്റ്റ്. മറ്റൊരാളുടെ ചെലവില് ഒരാൾക്ക് വളരാൻ പറ്റില്ല, കഴിയില്ല അല്ലെ. ഇപ്പോ ഞാൻ ഫോണിക്ക് റീചാർജ് ചെയ്തു, അത് മാറിയിട്ട് ഷനാഷറിന്റെ ഫോണിക്ക് എത്തിയത്, അവളാ എന്തായാലും കിട്ടിയതല്ല, അത് നടക്കട്ടെ എന്ന് വിചാരിച്ചാൽ പറ്റൂല. കാരണം എന്റെ ചെലവില് വേറെ ഒരാൾക്ക് അവിടെ വളരാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു കോമൺ പ്രിൻസിപ്പിൾ. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു പ്രിൻസിപ്പിൾ ആണത് അല്ലെ. ഒരാളുടെ ചെലവിൽ മറ്റൊരാൾക്ക് വളരാൻ പറ്റില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു പ്രിൻസിപ്പിൾ ആണ്. ആ പ്രിൻസിപ്പിൾ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ക്വാസി കോൺട്രാക്ട് നിലനിൽക്കുന്നത്. ഒരു എക്സാമ്പിൾ നോക്കിയേ. എക്സ് ഹാസ് ഫോർഗട്ടൻ ഹിസ് ബാഗ് കണ്ടെയ്നിങ് സം ഡോക്യുമെന്റ്സ് അറ്റ് വൈസ് ഷോപ്പ്. അപ്പൊ എക്സ് എന്ത് ചെയ്യുന്നുണ്ട്, വൈയുടെ ഷോപ്പിലേക്ക് സാധനം വാങ്ങാൻ വേണ്ടി പോയി. അങ്ങനെ അറിയാതെ വൈയുടെ ഷോപ്പിൽ അയാളുടെ ബാഗ് മറന്നു വെച്ചു. ഒരുപാട് ഡോക്യുമെന്റ്സും ക്യാഷൊക്കെ ഉള്ള ഒരു ബാഗ് അയാൾ മറന്നു വെച്ചു, ബൈ മിസ്റ്റേക്ക് അല്ലെ, അറിയാതെ മറന്നു വെച്ചു അല്ലെ. നമുക്കൊക്കെ അങ്ങനെ ഉണ്ടാവാറുണ്ട്, നമ്മുടെ ഫോണ് മറന്നു വെക്കാറുണ്ട്, ബാഗ് മറന്നു വെക്കാറുണ്ട് അല്ലെ. വൈ ഈസ് അണ്ടർ ലീഗൽ ഒബ്ലിഗേഷൻ. അപ്പൊ അവിടെ വൈ എന്ന് പറയുന്ന ആള്, അയാളാണ് ഷോപ്പിന്റെ ഉടമസ്ഥൻ അല്ലെ. അയാൾ ഒരു ലീഗൽ ഒബ്ലിഗേഷനിൽ വരികയാണ്, ഒരു കോൺട്രാക്റ്റിലേക്ക് വരികയാണ്. എന്ത്, ടു റിട്ടേൺ ദം ടു എക്സ്. ആ പേഴ്സ് അല്ലെങ്കിൽ ആ ബാഗ് ആർക്ക് തന്നെ തിരിച്ചു കൊടുത്തിരിക്കണം, എക്സിന് തിരിച്ചു കൊടുത്തിരിക്കണം. അങ്ങനെ ഒരു കോൺട്രാക്റ്റിലേക്ക് അയാൾ ഓട്ടോമാറ്റിക് ആയിട്ട് വരാം. അയാൾ മനഃപൂർവ്വം ഉണ്ടാക്കിയ കോൺട്രാക്ട് ഒന്നല്ല, പക്ഷെ ഓട്ടോമാറ്റിക്കലി ആ ഒരു കോൺട്രാക്റ്റിലേക്ക് അയാൾ എൻ്റർ ചെയ്യാണ്. ഇതാണ് ക്വാസി കോൺട്രാക്ട് എന്ന് പറയുന്നത്. ആ കോൺസെപ്റ്റ് കിട്ടിയോ? ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്താണ്. കോൺസെപ്റ്റ് റെഡി ആണോ? ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാം. ഓക്കെ, യെസ് യെസ്, റെഡി. ഓക്കെ, എന്നാ ഇനി പോവാം. എന്തൊക്കെയാണ് ക്വാസി കോൺട്രാക്ടിന്റെ ഫീച്ചേഴ്സ്? ഫസ്റ്റ് നമ്മൾ പറഞ്ഞു, ഇറ്റ് ഈസ് എ നോട്ട് റിയൽ കോൺട്രാക്ട് അല്ലെ. നമ്മൾ സാധാരണ ഓഫറും മറ്റേ അക്സെപ്റ്റൻസ് ഒക്കെ എഴുതി ഉണ്ടാക്കുന്ന ഒരു കോൺട്രാക്ട് അല്ല, ശരിക്കും ഒരു റിയൽ കോൺട്രാക്ട് അല്ല. പക്ഷെ ഓട്ടോമാറ്റിക്കലി അതൊരു കോൺട്രാക്ട് ആയി മാറുകയാണ് അല്ലെ. ഇറ്റ് ഈസ് ഇമ്പോസ്ഡ് ബൈ ലോ. നിയമത്തില് ലോയില് നമ്മൾ എന്ത് ചെയ്യാണ്, ഇമ്പോസ് ചെയ്യാണ്. അങ്ങനത്തെ ഒരു കോൺട്രാക്റ്റിലേക്ക് നമ്മളെ ഇമ്പോസ് ചെയ്യണം അല്ലെ. ഒരു പേഴ്സണിക്ക് കളഞ്ഞു കിട്ടി, ഞാനത് തിരിച്ചു കൊടുക്കണം എന്നുള്ളത് നിയമപ്രകാരമുള്ള ഉത്തരവാദിത്തമാണ് അല്ലെ. ചെയ്തില്ലെങ്കിൽ എനിക്കെതിരെ കേസ് വരും. ഓക്കെ, അപ്പൊ നിയമത്തിൽ എന്ത് ചെയ്യാണ്, നമ്മളൊരു കോൺട്രാക്റ്റിലേക്ക് പിടിച്ചു കിട്ടുകയാണ്. ഓക്കെ, അതാണ് ഇമ്പോസ്ഡ് ബൈ ലോ എന്ന് പറയുന്നത്. then does not arise from the agreement. അങ്ങനെ ഒരു അഗ്രിമെന്റ് അല്ലെ, ഓഫർ, അക്സെപ്റ്റൻസ് അങ്ങനൊക്കെ വെച്ച് നമ്മൾ ഒരു അഗ്രിമെന്റ് ഒക്കെ ഉണ്ടാക്കി തയ്യാറാക്കുന്നതല്ല ക്വാസി കോൺട്രാക്ട്. അത് ഓട്ടോമാറ്റിക്കലി ഒരു കോൺട്രാക്ട് ആയിട്ട് മാറുന്നതാണ്. the duty of a party and not the promise of any party is based on such contract. ഇത് ഒരൊറ്റ പാർട്ടിയുടെ ഡ്യൂട്ടിയാണ്. അവിടെ രണ്ട് പാർട്ടി അല്ല കേട്ടോ, ശരിക്കും ശ്രദ്ധിക്കേ. എനിക്ക് ഒരു പേഴ്സ് കളഞ്ഞിട്ടി, രാജുവിന്റെ പേഴ്സാണ് കളഞ്ഞിട്ടിയത്. ഇവിടെ രാജുവിനല്ല ലയബിൾ ഉള്ളത്, എനിക്കാ ലയബിൾ ഉള്ളത് അല്ലെ. ഞാനാണ് ആ പേഴ്സ് കൊടുക്കുന്നത്. അതാണ് ഡ്യൂട്ടി ഓഫ് എ പാർട്ടി. ഒരു പാർട്ടിയുടെ ഉത്തരവാദിത്തമാണ് ഈ കോൺട്രാക്ട് അല്ലെ. അതായത് ഈ പേഴ്സ് തിരിച്ചു കൊടുക്കുക എന്നുള്ളത്. അത് രാജുവിന് ചിലപ്പോൾ അറിയ പോലും ഇല്ല, എനിക്കാ കിട്ടിയെന്ന് രാജുവിന് അറിയൊന്നുമില്ല. പക്ഷെ അത് രാജുവിലേക്ക് എത്തിക്കുക എന്നുള്ളത് എന്താണ്, എന്റെ ഡ്യൂട്ടിയാണ്. എ സ്യൂട്ട് ഫോർ ഇറ്റ്സ് ബ്രീച്ച്. ഞാൻ എങ്ങാനും ആ പേഴ്സ് കൊണ്ടുവരത്തില്ല, ഞാൻ നൈസിൽ അത് മുക്കിയാണെങ്കിൽ എന്ത് ചെയ്യാം, അതെങ്ങാനും ബ്രീച്ച് ചെയ്താൽ സ്യൂട്ട്, എനിക്കെതിരെ കംപ്ലൈന്റ് ചെയ്യാൻ പറ്റും. A suit for its breach may be filed in the same way as in case of complete contract. സാധാരണ ഒരു കോൺട്രാക്ട് പോലെ തന്നെ എന്ത് ചെയ്യാ, ഞാനെങ്ങാനും ആ കോൺട്രാക്ട് ബ്രീച്ച് ചെയ്താൽ, ഇവിടെ ബ്രീച്ച് പറഞ്ഞാൽ അല്ലെ, ഞാൻ ഇപ്പൊ എന്ത് ചെയ്തു, ഒരു എനിക്ക് കളഞ്ഞിട്ടിയ പേഴ്സൺ ഞാൻ നൈസിൽ അത് മുക്കി അല്ലെ, നൈസിൽ ഞാൻ എടുത്തു, അങ്ങനെയാണെങ്കിൽ എനിക്കെതിരെ എന്ത് ചെയ്യാം, കേസ് കൊടുക്കാൻ പറ്റും. അപ്പൊ ഇതാണ് ക്വാസി കോൺട്രാക്ടിന്റെ ഫീച്ചേഴ്സ്. ഇനി ഇത് ഭയങ്കര രസമാട്ടോ, അതിന്റെ ടൈപ്സ് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്, എന്നാൽ ഭയങ്കര രസമാണ്. എങ്ങനെയൊക്കെയാണ് ക്വാസി കോൺട്രാക്റ്റുകൾ ഉണ്ടാകുന്നത്, അതിന്റെ ടൈപ്സ് പറയുന്നത്. നിങ്ങൾ എന്ത് ചെയ്യാറോ, നേരെ എക്സാമ്പിൾ വായിക്കുക. ഫസ്റ്റ് എക്സാമ്പിൾ വെച്ചിട്ട് നോക്കുക കേട്ടോ. നോക്കി ശരിക്കും ശ്രദ്ധിക്കുക. എ സപ്ലയേഴ്സ് ബി ആരാണ്, എ ലുണാറ്റിക് എന്ന് നമുക്കറിയാലോ, ബുദ്ധി ഇല്ലാത്ത, ബുദ്ധിക്ക് പ്രശ്നമുള്ള ഒരു ആളാണ് ആര്, ബി എന്ന് പറയുന്നത്. ശ്രദ്ധിച്ചോളെ,
ബി എന്ന് പറയുന്നത് ഒരു ലൂണാറ്റിക് ആണ്, ബുദ്ധിക്കൊന്നും പ്രശ്നമുള്ള ഒരാളാണ്, മെന്റലി പ്രശ്നമുള്ള ഒരാളാണ്. സം നെസസറീസ് സ്യൂട്ടബിൾ ടു ദ മെയിൻ്റെനൻസ് ഓഫ് ഹിസ് ലൈഫ്. അപ്പൊ എ എന്ത് ചെയ്തു, ബിക്ക് ചെലവിന് കൊടുത്തു. ശ്രദ്ധിക്കേ എ ഇവിടെ അടിപൊളിയ ഒരാളാണ്, ബി ബുദ്ധിക്ക് പ്രശ്നമുള്ള ആളാണ്. എ എന്ത് ചെയ്തു, ബിക്ക് ചെലവിന് കൊടുത്തു അല്ലെ, ബിക്ക് ആവശ്യമുള്ള ഭക്ഷണവും വെള്ളവും വസ്ത്രവും കാര്യങ്ങളൊക്കെ ആര് കൊടുത്തു, എ ബിക്ക് അങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നു. ഇനി നോക്കുക, എ ഈസ് എൻറ്റൈറ്റിൽഡ് ടു റീഇംബേഴ്സ്ഡ് ഫ്രം ബീസ് പ്രോപ്പർട്ടി. ഇനി എന്ത് ചെയ്യാം, ഈ കുറെ ചെലവായിട്ടുണ്ടല്ലോ, ഒരു 4-5 വർഷം ചെയ്തു എ ബിനെ നോക്കി, പിന്നെ ബി ഓക്കെ ആയി, അദ്ദേഹത്തിന്റെ ലൂണാറ്റിക് പ്രശ്നങ്ങളൊക്കെ മാറി, അവര് തിരിച്ചൊന്ന് റിക്കവറി ചെയ്തു. അപ്പൊ ബിക്ക് അവിടെ ഒരു നിയമം വരികയാണ്, എന്ത്, എക്ക് എന്തൊക്കെ ചെലവായി അതൊക്കെ ആര് തിരിച്ചു കൊടുക്കണം, ബി എയിലേക്ക് തന്നെ തിരിച്ചു കൊടുക്കണം അല്ലെ. അപ്പൊ അയാൾക്ക് ബുദ്ധിയൊക്കെ വന്ന് കറക്റ്റ് ആയപ്പോ അയാൾ പറയണേ, ഞാൻ തരുന്നില്ല, ഞാൻ പറഞ്ഞിട്ടൊന്നല്ലല്ലോ ഈ ചെയ്തത് അല്ലെ, എന്നോട് തിരിച്ച് അങ്ങോട്ട് പോയിക്കണം, എന്തിനാ എനിക്ക് തരാൻ പറഞ്ഞ, ഞാൻ ഫുഡ് തരാനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ബിക്ക് തർക്കിക്കാൻ ഒരവകാശവും ഇല്ല. എ ചെയ്തത് എന്താ, എ ചെയ്തതൊരു മാന്യമായിട്ടുള്ള ഒരു കാര്യം അല്ലെ, ഒരു സർവീസ് ആണ്. ബി എന്ന് പറയുന്ന ബുദ്ധിയില്ലാത്ത ഒരാൾക്ക് ഭക്ഷണം മറ്റൊക്കെ കൊടുത്ത് അയാളെ ട്രീറ്റ് ചെയ്തു അല്ലെ, അയാൾക്ക് വേണ്ട ചികിത്സയും കാര്യങ്ങളൊക്കെ കൊടുത്തു. പിന്നെ ബി ഒക്കെ ആയാൽ എന്ത് ചെയ്യണം, ബിയുടെ സ്വത്തിൽ നിന്ന് ആ പൈസ ഒക്കെ ആർക്ക് തിരിച്ചു കൊടുക്കണം, എക്ക് തിരിച്ചു കൊടുക്കണം. അതിനുള്ള അവകാശം എക്ക് ഉണ്ട്. ഈ ഒരു എക്സാമ്പിൾ ക്ലിയർ ആണോ, ഒന്ന് പറഞ്ഞാണെങ്കിൽ എക്സാമ്പിൾ ഓക്കെ ആണോ? യെസ്. അപ്പോ എ എന്ത് ചെയ്തു, ഒന്നുകൂടെ പറയാണ്, എ ബിനെ സഹായിച്ചു. ബി ലൂണാറ്റിക് ആണ്, അഥവാ ബുദ്ധി ഇല്ലാത്ത ഒരാളായിരുന്നു. എ ബിനെ നല്ലോണം സഹായിച്ചു, ഒരുപാട് സാധനങ്ങൾ ചെയ്തു കൊടുത്തു. അവസാനം ബി ഓക്കെ ആയാൽ അദ്ദേഹം എന്ത് ചെയ്യണം, ആ പൈസ എത്രയാണോ എക്ക് ചെലവായത് ആ പൈസ ഒക്കെ എക്ക് തിരിച്ചു കൊടുത്തിരിക്കണം. അയാൾക്ക് സമ്പത്ത് ഉണ്ടെങ്കിൽ കേട്ടോ, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ബിക്ക് സമ്പത്ത് ഉണ്ടെങ്കിൽ ആ പൈസക്ക് തിരിച്ചു കൊടുത്തിരിക്കണം. ഇതാണ് ഒന്നാമത്തത്, സപ്ലൈ ഓഫ് നെസസറീസ്. കണ്ടോ, നെസസറീസ് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ടു പേഴ്സൺസ് ഇൻകോമ്പീറ്റന്റ് ടു കോൺട്രാക്ട്. കോൺട്രാക്റ്റിൽ ഇൻകോമ്പീറ്റന്റ് ആയ ആളുകൾ, അതിപ്പോ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ, ഒന്ന് മൈനർ, ഒന്ന് അൺസൗണ്ട് മൈൻഡ് അല്ലെ, പിന്നെ നമ്മളെ എന്താ മൂന്നാമത്തെ വരില്ല, അത് ലോ പ്രകാരം പ്രശ്നമുള്ള ആൾക്കാർ അതിൽ വരില്ല. ഓക്കെ, അപ്പൊ മൈനർ ആയിട്ടുള്ള അല്ലെങ്കിൽ ലൂണാറ്റിക് ആയിട്ടുള്ള അല്ലെ അൺസൗണ്ട് മൈൻഡ് ആയിട്ടുള്ള ഒരാളെ നമ്മൾ എന്ത് ചെയ്തു, അയാൾക്ക് വേണ്ട നെസസറീസ്, അത്യാവശ്യ സാധനങ്ങൾ, ഭക്ഷണവും വെള്ളവും മറ്റു കാര്യങ്ങളൊക്കെ കൊടുത്താൽ ആ കൊടുത്തത് എത്ര രൂപക്കാണോ അതിന്റെ ചെലവ് എത്രയാണോ അത് അയാളിൽ നിന്ന് തിരിച്ച് റീഇംബേഴ്സ് ചെയ്യാനുള്ള, അതാണ് റീഇംബേഴ്സ്, ആ വാക്ക് ഓർത്ത് വെച്ചോളി, റീഇംബേഴ്സ്, അയാളിൽ നിന്ന് തിരിച്ചു വാങ്ങാനുള്ള അധികാരം ആ കൊടുത്ത ആൾക്കുണ്ട്. അതാണ് ഫസ്റ്റത്തെ പോയിന്റ്. ഓക്കെ, ഈ എക്സാമ്പിൾ മാത്രം, ഈ വിശദീകരണം നോക്കിയ കൺഫ്യൂഷൻ ആവട്ടോ. ഈ കേസിൽ നിങ്ങൾ ഈ വിശദീകരണം നോക്കണ്ട, നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം ഹെഡിങ് വായിക്കുക, എക്സാമ്പിൾ നോക്കുക. എക്സാമ്പിൾ തന്നെയാണ് ആ പോയിന്റ് വിശദീകരിക്കുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ നോക്കിയേ, പേയ്മെന്റ് ബൈ ആൻ ഇൻട്രസ്റ്റഡ് പേഴ്സൺ. അവിടെ നിങ്ങൾ എക്സാമ്പിൾ നോക്കുക കേട്ടോ, താഴെ എക്സാമ്പിൾ നോക്കിയേ, എ ഗീവ്, നോക്കിയേ, എ ഗീവ് എ കാർ ഫോർ റെന്റ് ടു ബി. എ ബിക്ക് കാറ് റെന്റിന് കൊടുത്തു. ഓക്കെ, ബട്ട് ഇറ്റ്സ് ഇൻഷുറൻസ് ഈസ് നോട്ട് പെയ്ഡ്. ശരിക്കും ഇൻഷുറൻസ്, ഞാൻ ചോദിക്കട്ടെ, എന്റേതാണ് കാർ കേട്ടോ, എന്റേതാണ് കാർ, എ ബിക്ക് കാർ റെന്റിന് കൊടുക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഇൻഷുറൻസ് അടക്കാനുള്ള അവകാശം ആർക്കാ ശരിക്കും, എക്കാണോ ബിക്കാണോ? യെസ്, എക്കാണ്, കൺഫ്യൂഷൻ ഒന്നുമില്ല, വെരി ഗുഡ് അല്ലെ, കാരണം എന്റേതാണ് കാർ, എന്റെ ഉടമസ്ഥയിലുള്ള കാറാണ്, അയാൾ ബിക്ക് റെന്റിന് കൊടുത്തതാണ്. അപ്പൊ ഇൻഷുറൻസ് അടക്കേണ്ട അവകാശം ഏക്കാളുള്ളത്, പക്ഷെ എ എന്ത് ചെയ്തില്ല, ഇൻഷുറൻസ് അടച്ചില്ല. അതുകൊണ്ട് എന്ത് ചെയ്യാണ്, അത് ബിന്റെ കയ്യിലെത്തിയല്ലോ, ബി അല്ലേ ഇപ്പൊ ഓട്ടിക്കൊണ്ടുപോകുന്നത്. അപ്പൊ ബി എന്ത് ചെയ്തു, ആ ഇൻഷുറൻസ് ബി അടച്ചു. നോക്കിയേ, ബട്ട് ഇറ്റ്സ് ഇൻഷുറൻസ് ഈസ് നോട്ട് പെയ്ഡ് ആൻഡ് ഹി മേക്ക് ഇറ്റ്. ബി എന്ത് ചെയ്തു, ഇൻഷുറൻസ് അടച്ചു. There will be a quasi contract obligation of A to reimburse B. അപ്പൊ അവിടെ ഒരു കോൺട്രാക്ട് ഉണ്ടാവുകയാണ്, എന്ത്, ആ ഇൻഷുറൻസ് അടക്കാൻ ശരിക്കും ഉത്തരവാദിത്തപ്പെട്ടവനാരാണ്, എ ആണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം, ബി അടച്ചിട്ടുള്ള ഇൻഷുറൻസ് പൈസ ബി ആർക്ക് തിരിച്ച് ആരാർക്ക് കൊടുക്കണം, നിങ്ങൾ പറഞ്ഞാൽ ആരാർക്ക് കൊടുക്കണം? യെസ്, വെരി ഗുഡ്. എ ആർക്ക് കൊടുക്കണം, ബിയിലേക്ക് തിരിച്ചു കൊടുക്കണം. യെസ്, എ ടു ബി. ഓക്കെ, ഒന്നും കൂടെ പറയണേ, ഒന്നുകൂടെ ശ്രദ്ധിക്കും കേട്ടോ, കൺഫ്യൂഷൻ ആവരുത്. എന്റെ കയ്യിൽ ഒരു കാറുണ്ട്, എയുടെ കയ്യിൽ ഒരു കാറുണ്ട്, അതിന് ഇൻഷുറൻസ് അടക്കാനായിട്ടുണ്ട്. എ ആ ഇൻഷുറൻസ് അടച്ചില്ല. അങ്ങനെ എന്ത് ചെയ്തു, എ ആ കാറ് ആർക്ക് കൊടുത്തു, ബിക്ക് റെന്റിന് കൊടുത്തു. റെന്റിനോ അല്ലെങ്കിൽ ഫ്രീ ആയിട്ടോ അങ്ങനെ ആയാലും കുഴപ്പമില്ല കേട്ടോ. അപ്പൊ ബി എയുടെ സുഹൃത്തേക്കാരൻ, അപ്പൊ ഫ്രീ ആയിട്ട് കൊടുത്തു, ഒരു മാസത്തേക്ക് ഓട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ,
അങ്ങനെ എന്ത് ചെയ്തു, ബി കാർ വാങ്ങി. പിന്നെ ബി ചെക്ക് ചെയ്തപ്പോഴാണ് മനസ്സിലാവുന്നത് അതിന്റെ ഇൻഷുറൻസ് അടച്ചിട്ടില്ല. അപ്പൊ എന്ത് ചെയ്തു, ബി ആണല്ലോ ഇനിയിപ്പോ ഒരു മാസം ഈ കാർ ഓട്ടി കിടക്കുന്നത്. അപ്പൊ ബി എന്ത് ചെയ്തു, ബിയുടെ കയ്യിലെ പൈസ എടുത്തിട്ട് അതിന്റെ ഇൻഷുറൻസ് പേ ചെയ്തു, ഇൻഷുറൻസ് അടച്ചു. ഇനി എന്റെ ഉത്തരവാദിത്തമാണ് എന്ത്, ആ എമൗണ്ട് ബിയിലേക്ക് കൊടുക്കണം. കാരണം എന്താ, ശരിക്കും ഇൻഷുറൻസ് അടക്കേണ്ട ആള് എ ആയിരുന്നു, ഈ അടക്കാത്തോണ്ടാണ് അത് ആര് ചെയ്തത്, ബി ആ ഇൻഷുറൻസ് എമൗണ്ട് പേ ചെയ്തത്. സോ അതുകൊണ്ട് എന്ത് ചെയ്യാ, എ ആ എമൗണ്ട് ആർക്ക് തന്നെ തിരിച്ചു കൊടുക്കണം, ബിയിലേക്ക് തിരിച്ചു കൊടുക്കണം. എ ടു ബി. ഇനി എല്ലാവരും നോക്കിയേ, പേയ്മെന്റ് ബൈ ആൻ ഇൻട്രസ്റ്റഡ് പേഴ്സൺ, അതാണ് രണ്ടാമത്തത്. സെക്ഷൻ 69 പറയുന്നുണ്ട് പേയ്മെന്റ് ബൈ ആൻ ഇൻട്രസ്റ്റഡ് പേഴ്സൺ. നമുക്ക് താല്പര്യമുള്ള ഒരാള് നമുക്ക് വേണ്ടി ഒരു പേയ്മെന്റ് ചെയ്താൽ ഞാൻ എന്ത് ചെയ്യണം, ആ പേയ്മെന്റ് തിരിച്ചടക്കണം. ഞാൻ സിമ്പിൾ ആയിട്ട് പറയാം, ഇപ്പൊ എന്റെ വീടിന്റെ കറണ്ട് ബില്ല് 2000 രൂപ ഉണ്ടായിരുന്നു അല്ലെ, അതിൽ എന്ത് ചെയ്തു, 2000 രൂപ ഞാൻ കുറച്ച് ബിസി ആയിരുന്നു, അപ്പൊ എനിക്ക് വേണ്ടിയിട്ട് ഹർഷ എന്ത് ചെയ്തു, ആ 2000 രൂപ അടച്ചു. എന്റെ വീടിന്റെ കറണ്ട് ബില്ലായിട്ടുള്ള 2000 രൂപ ഹർഷ കൊണ്ടുപോയിട്ട് അടച്ചു. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഞാനത് ആർക്ക് കൊടുക്കണം, ആർക്ക് തിരിച്ചു കൊടുക്കാൻ ഞാൻ ഉത്തരവാദിത്തമുള്ളവനാണ്? ആ എമൗണ്ട് അല്ലെ, ആ 2000 രൂപ ഞാൻ എന്ത് ചെയ്യണം, ഹർഷയിലേക്ക് കൊടുക്കണം അല്ലെ, ആ ക്യാഷ് ഹർഷയിലേക്ക് കൊടുക്കണം. കാരണം എനിക്ക് വേണ്ടിയിട്ട് അവള് അടച്ചതാണ്, അത്രേ ഉള്ളൂ. അപ്പൊ അതാണ് രണ്ടാമത്തത്, പേയ്മെന്റ് ബൈ ആൻ ഇൻട്രസ്റ്റഡ് പേഴ്സൺ. അപ്പൊ നമുക്ക് വേണ്ടിയിട്ട് മറ്റൊരാൾ എന്തെങ്കിലും പേയ്മെന്റ് ചെയ്താൽ നമ്മൾ എന്ത് ചെയ്യണം, ആ എമൗണ്ട് അയാളിലേക്ക് തിരിച്ചു കൊടുക്കണം. ക്ലിയർ അല്ലേ? ഈ സെക്കൻഡ് പോയിന്റ് ഓക്കെ അല്ലേ? എക്സാമ്പിൾ വെച്ചിട്ട് പഠിക്കട്ടോ, ഇതൊക്കെ എക്സാമ്പിൾ വെച്ചിട്ട് പഠിക്കുക. പരീക്ഷയ്ക്ക് ചോദിച്ചാലും നിങ്ങൾ എന്ത് ചെയ്യാം, ഈ പോയിന്റ് അതായത് പേയ്മെന്റ് ബൈ ആൻ ഇൻട്രസ്റ്റഡ് പേഴ്സൺ, താല്പര്യമുള്ള ഒരാളുടെ പേയ്മെന്റ്, എന്നിട്ട് എന്ത് ചെയ്യുക, ഈ എക്സാമ്പിൾ വെച്ചിട്ട് പറഞ്ഞാൽ മതി കേട്ടോ, എക്സാമ്പിൾ വെച്ചിട്ട് പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ കൺഫ്യൂഷൻ ആവും. ഇനി മൂന്നാമത്തെ നോക്കിയേ, മൂന്നാമത്തെ അതിലാ രസമാണ്, ഞാൻ നേരത്തെ പറഞ്ഞൊരു എക്സാമ്പിൾ ആണ്, ലയബിലിറ്റി ടു പേ നോൺ ഗ്രാറ്റ്യൂഷ്യസ് ആക്ട്. അതായത് താഴെ നോക്കിയേ, എ ട്രേഡ്സ്മാൻ, ഒരു കച്ചവടം നടത്തുന്ന ഒരാള് ലീവ്സ് ഗുഡ്സ് അറ്റ് ബീസ് ഹൗസ് ബൈ മിസ്റ്റേക്ക്. എന്ത് ചെയ്തു, എ എന്ന് പറയുന്ന ഒരാള് അയാളുടെ കുറച്ച് ഗുഡ്സ് എന്ത് ചെയ്തു, അറിയാതെ ബീന്റെ വീട്ടിൽ കൊണ്ടുപോയി വെച്ചു. സപ്പോസ് ബീന്റെ വീട്ടിലായിരിക്കും അയാളുടെ ഗോഡൌണ്. അങ്ങനെ എന്ത് ചെയ്തു, അയാള് സാധനങ്ങളൊക്കെ വെക്കുന്ന കൂട്ടത്തിൽ അയാളുടെ സാധനങ്ങളും എവിടെ അറിയാതെ വെച്ചു, ബിയുടെ ഹൗസിൽ വെച്ചു. ബിക്കും അത് മനസ്സിലായിട്ടില്ല. ബി എന്ത് ചെയ്തു, ആ സാധനങ്ങളൊക്കെ എടുത്ത് കൊടുക്കുന്നതിന്റെ ഇടയിൽ എയുടെ സാധനങ്ങളും കൂടെ കൂട്ടത്തിൽ എടുത്ത് കൊടുത്തു. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, എയുടെ സാധനം ഇപ്പൊ ആരുടെ കയ്യിൽ പെട്ട്, ബിന്റെ കയ്യിൽ പെട്ടു അല്ലെ, ബി അറിയാതെ എടുത്ത് അത് ചെലവാക്കും ചെയ്തിട്ടുണ്ട്. ഇനി അത് ആർക്ക് തിരിച്ചു കൊടുക്കണം, നിങ്ങളൊന്ന് പറഞ്ഞാണ്, ആർക്ക് തിരിച്ചു കൊടുക്കണം? യെസ്, ബി ടു എ. കാരണം ബി ആണ് അടുത്ത് ചെലവഴിച്ചിട്ടുള്ളത്, സ്വാഭാവികം എന്ത് ചെയ്യണം, ബി എയിലേക്ക് തിരിച്ചു കൊടുക്കണം അല്ലെ. സിമ്പിൾ ആയിട്ട് വേറെ എക്സാമ്പിൾ പറയാം, ഫോൺ റീചാർജ് നമ്പർ മാറുന്നത് അല്ലെ, ഞാൻ ഇപ്പൊ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ, ഞാൻ 500 രൂപ റീചാർജ് ചെയ്തു, ഞാൻ എന്റെ ഫോണിൽ ചെയ്തതാണ്, പക്ഷെ അതറിയാതെ ആർക്ക് പോയി, വേറൊരാൾ വിളിക്കട്ടെ, മുസൈനക്ക് അത് പോയി. 500 രൂപ ആരെ ഫോണിലേക്ക് എത്തിയത്, മുസൈനന്റെ ഫോണിലേക്ക് എത്തി. ഇനി മുസൈനന്റെ ഉത്തരവാദിത്തമാണ് എന്താണ്, ആ 500 രൂപ എനിക്ക് തന്നെ തിരിച്ചു തരണം. കാരണം ബൈ മിസ്റ്റേക്ക് ആണെങ്കിൽ പോലും എന്റെ ക്യാഷിൽ എനിക്ക് അവകാശപ്പെട്ട ക്യാഷാണ് ആരിലേക്ക് പോയത്, മുസൈനയിലേക്ക് പോയത്. അപ്പൊ സ്വാഭാവികം എന്ത് ചെയ്യണം, ആ എമൗണ്ട് അവള് എനിക്ക് തിരിച്ചു തരണം. ഞാൻ തരൂല, ഞാൻ പറഞ്ഞിട്ടൊന്നല്ല ഞങ്ങൾ അയച്ചതെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമല്ല, നിയമപ്രകാരം ഇയാള് ലയബിൾ ആണ്, ആ എമൗണ്ട് എനിക്ക് തിരിച്ചു തരാൻ. ഓക്കെ, ഇതാണ് ലയബിലിറ്റി അഥവാ ബാധ്യതകള്. ടു പേ, കൊടുത്തിരിക്കണം. നോൺ ഗ്രാറ്റ്യൂറ്റിയസ് ആക്ട്, ഈ ഒരു ആക്ട് പ്രകാരം ഇപ്പൊ നമുക്ക് കിട്ടേണ്ടതല്ലാത്തൊരു സാധനം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ആരാണ് അതിന്റെ യഥാർത്ഥ ഉടമസ്ഥൻ അതിലേക്ക് തന്നെ, അയാളിലേക്ക് തന്നെ തിരിച്ചു കൊടുത്തിരിക്കണം. ഓക്കെ, ഇതാണ് മൂന്നാമത്തെ ഒരു ടൈപ്പ് പറയുന്നത്. എക്സാമ്പിൾ വെച്ചിട്ട് തന്നെ പഠിക്കുക കേട്ടോ. ദെൻ നാലാമത്തത്, റെസ്പോൺസിബിലിറ്റി ഓഫ് എ ഫൈൻഡർ ഓഫ് ഗുഡ്സ്. ഫൈൻഡർ ഓഫ് ഗുഡ്സ്, സാധനം കളഞ്ഞു കിട്ടിയ ആള്, ഫൈൻഡർ എന്ന അതാണല്ലോ. അത് ഞാൻ ഫസ്റ്റ് പറഞ്ഞ എക്സാമ്പിൾ അല്ലെ, എനിക്കൊരു പേഴ്സ് കളഞ്ഞു കിട്ടി, അതിന്റെ ഓണറെ കണ്ടെത്തി തിരിച്ചു കൊടുക്കുക എന്നുള്ളത് എന്റെ ഉത്തരവാദിത്യമാണ്. ഓക്കെ, അത് കണ്ടെത്തോളം എങ്ങനെ, അതിനെന്തൊക്കെ ചെയ്യണം, ആ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിരിക്കണം. അപ്പോൾ അതാണ്, നമുക്ക് ഏതെങ്കിലും ഗുഡ്സ് കളഞ്ഞു കിട്ടിയാൽ, ഇപ്പൊ നിങ്ങൾക്ക് ഒരു സ്വർണ്ണാഭരണ വഴിയിൽ നിന്ന് കളഞ്ഞു കിട്ടി, അതിന്റെ ഓണറെ കണ്ടെത്തി അത് കൊടുക്കുക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ആ ഒരു കോൺട്രാക്ട് നിങ്ങളുടെ മേത്ത് അല്ലെ അറിയാതെ വന്നു പോകും.
അപ്പൊ അത്രേ ഉള്ളൂ അതില് കേട്ടോ. അപ്പൊ ഫൈൻഡർ ഓഫ് ഗുഡ്സ്, ഒരു ഗുഡ്സ് കളഞ്ഞു കിട്ടിയാൽ എന്ത് ചെയ്യണം, അതിന്റെ ഓണർക്ക് തിരിച്ചു കൊടുക്കണം. എക്സാമ്പിൾ നോക്കിയേ, എക്സ് എന്ന് പറയുന്ന ആള്, എ ഗസ്റ്റ് ഫൗണ്ട് എ ഡയമണ്ട് റിംഗ് അറ്റ് എ ബർത്ത്ഡേ പാർട്ടി. ഒരു ബർത്ത്ഡേ പാർട്ടിയിൽ അദ്ദേഹത്തിന് എന്ത് കിട്ടി, ഒരു ഡയമണ്ട് റിംഗ് കളഞ്ഞു കിട്ടി. ഓഫ് വൈ, വൈയുടെ ഡയമണ്ട് റിംഗ് ആണ് അദ്ദേഹത്തിന് കിട്ടിയത്. എക്സ് ടോൾഡ് വൈ ആൻഡ് അതർ ഗസ്റ്റ് അബൌട്ട് ഇറ്റ്. വൈൻ്റെ ആണ് ബർത്ത്ഡേ പാർട്ടി. വൈയുടെ ബർത്ത്ഡേ പാർട്ടിക്ക് ഗസ്റ്റ് ആയിട്ട് വന്ന ഒരാളായിരുന്നു എക്സ്. അപ്പൊ എക്സിന് എന്ത് ചെയ്തു, അവിടെ വെച്ച് ഒരു ഡയമണ്ട് റിംഗ് കളഞ്ഞു കിട്ടി. അപ്പൊ എക്സ് ആരോട് പറഞ്ഞു, വൈനോടും പറഞ്ഞു, അവിടെ കൂടിയിരിക്കുന്ന ആൾക്കാരോടൊക്കെ പറഞ്ഞു, ഹി ഹാസ് പെർഫോംഡ് ഹിസ് ഡ്യൂട്ടി ടു ഫൈൻഡ് ദ ഓണർ. അപ്പൊ ഇനി എക്സിന്റെ ഡ്യൂട്ടിയാണ്, അയാൾക്കാണല്ലോ മോതിരം കളഞ്ഞു കിട്ടിയത്, അപ്പൊ അയാളുടെ ഡ്യൂട്ടിയാണ് അതിന്റെ ഓണറെ കണ്ടെത്തിയിട്ട് തിരിച്ചു കൊടുക്കുക എന്നുള്ളത്. ഓക്കെ, ഈ ഒരു കോൺട്രാക്റ്റിനെയാണ് റെസ്പോൺസിബിലിറ്റി ഓഫ് എ ഫൈൻഡർ ഓഫ് ഗുഡ്സ് എന്ന് പറയുന്നത്. Then last one, payment by mistake or under coercion. മിസ്റ്റേക്ക് ആയിട്ട് ഒരു പേയ്മെന്റ് ചെയ്തു, അല്ലെങ്കിൽ അണ്ടർ കൊയേഷൻ, ഭീഷണിക്ക് വഴങ്ങിക്കൊണ്ട് ഒരാൾ ഒരു പേയ്മെന്റ് ചെയ്തു. അങ്ങനെയാണ് എന്ത് ചെയ്യണം, അത് അയാൾക്ക് തന്നെ തിരിച്ചു കൊടുക്കണം. നോക്കിയേ, ഫോർ എക്സാമ്പിൾ, എ പെയ്ഡ് സം മണി ടു ബി. എ ബിക്ക് പൈസ കൊടുത്തു ബൈ മിസ്റ്റേക്ക്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അക്കൗണ്ട് നമ്പർ മാറിയിട്ടുണ്ട് അല്ലെ, അങ്ങനെ മിസ്റ്റേക്ക് ആയിട്ടാണ് എ ബിക്ക് പൈസ കൊടുത്തത്. വിച്ച് വാസ് ഇൻ ഫാക്ട് ഡ്യൂ ടു സി. അത് ശരിക്കും ആർക്കായിരുന്നു കൊടുക്കേണ്ടിയിരുന്നത്? ഇങ്ങോട്ട് നോക്കിയേ, എ ആർക്ക് പൈസ കൊടുക്കാണ്ട്, സിക്ക് കൊടുക്കാണ്ട്. അങ്ങനെ എ എന്ത് ചെയ്തു, സിക്ക് പേയ്മെന്റ് ചെയ്തു. പക്ഷെ അത് മാറിയിട്ട്, അക്കൗണ്ട് നമ്പർ മാറിയിട്ട് ആർക്കാണ് പോയത്, ബിക്കാണ് പോയത്. ശരിക്കും ശ്രദ്ധിച്ചോളി, എക്സാം നോക്കിയേ, എ സിക്ക് ക്യാഷ് കൊടുക്കാണ്ട്, പക്ഷെ അത് മാറിയിട്ട് ആർക്ക് പോയി, ബിയിലേക്ക് പോയി. ഞാൻ ചോദിക്കട്ടെ, ബിയുടെ ഉത്തരവാദിത്തമാണ് അത് ആർക്ക് തന്നെ തിരിച്ചു കൊടുക്കുക, ആരിലേക്ക് തിരിച്ചു കൊടുക്കുക? യെസ്, രണ്ട് ഓപ്ഷൻ, ഒന്നുകിൽ എക്ക് മടക്കി കൊടുക്കുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, സിയിലേക്ക് ആ പൈസ ഫോർവേഡ് ചെയ്യുക. രണ്ടും ചെയ്യാം കേട്ടോ. ഒന്നെങ്കിൽ ബിക്കാണല്ലോ കിട്ടിയത്, ബിക്ക് എന്ത് ചെയ്യാം, നേരെ തിരിച്ച് എക്ക് തന്നെ റിട്ടേൺ ചെയ്യാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, എ പറഞ്ഞിട്ട് ഞാൻ ഇന്ന ആൾക്കാണ് കൊടുക്കുന്നത്, ഇതാണ് അയാളുടെ അക്കൗണ്ട് നമ്പർ എന്നൊക്കെ പറഞ്ഞാൽ എന്ത് ചെയ്യാം, അയാൾക്ക് തിരിച്ച് ഫോർവേഡ് ചെയ്യാം. നോക്കിയേ, എ പെയ്ഡ് സം മണി ടു ബി. എ ബിക്ക് പൈസ കൊടുത്തു ബൈ മിസ്റ്റേക്ക് ആയിട്ട് ബിക്ക് പൈസ എത്തി. വിച്ച് വാസ് ഇൻ ഫാക്ട് ഡ്യൂ ടു സി. അത് ശരിക്കും ആർക്കായിരുന്നു, സിക്കായിരുന്നു കിട്ടേണ്ടിയിരുന്നത്. ഇൻ ദിസ് കേസ് ബി മസ്റ്റ് റീപേ ദ മണി. ബി എന്ത് ചെയ്യണം, ആ പൈസ തിരിച്ചു കൊടുക്കണം. ആർക്ക്? ടു സി, സിയിലേക്ക് അല്ലെ, സിയിലേക്ക് കൊടുക്കണം. ആസ് ഇറ്റ് ഹാഡ് ബീൻ പെയ്ഡ് അണ്ടർ ബോണഫൈഡ് മിസ്റ്റേക്ക്. അതൊരു ബോണഫൈഡ് മിസ്റ്റേക്ക് ആയിട്ട് നമ്മൾ അവിടെ കാൽക്കുലേറ്റ് ചെയ്യും, ഒരു മിസ്റ്റേക്ക് ആയിട്ട് അവിടെ കാൽക്കുലേറ്റ് ചെയ്യും. അപ്പൊ എന്ത് ചെയ്യണം, ബി ആ പൈസ സിയിലേക്ക് കൊടുക്കണം, അല്ലെങ്കിൽ നേരെ തിരിച്ചു കൊടുക്കുക, കുഴപ്പമില്ല, എയിലേക്ക് തന്നെ തിരിച്ച് റിട്ടേൺ ചെയ്യണം. ഈ 5 കേസുകളിലാണ് ക്വാസി കോൺട്രാക്ട് നിലനിൽക്കുന്നത്. ഈ 5 കേസ് നിങ്ങൾ എന്ത് ചെയ്യുക, എക്സാമ്പിൾ വെച്ചിട്ട് പഠിക്കുക. ഓക്കെ, ഒരു ഏകദേശ ധാരണ കിട്ടിയില്ലേ? ഒന്ന് ടൈപ്പ് ചെയ്താണ്. ഓക്കെ അല്ലേ? ഓക്കെ, റെഡി. യെസ്, ഇതോടുകൂടെ ഫസ്റ്റ് ബ്ലോക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നോക്കിയേ, ഫസ്റ്റ് ബ്ലോക്കില് ഫസ്റ്റ് യൂണിറ്റ് വരുന്നത് ഇൻട്രഡക്ഷൻ ടു മെർക്കന്റൈൽ ലോ നമ്മൾ പറഞ്ഞു. രണ്ടാമത്തെ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തു, എസെൻഷ്യൽസ് ഓഫ് എ വാലിഡ് കോൺട്രാക്ട്. മൂന്നാമത്തെ ചാപ്റ്റർ ഇപ്പൊ നമ്മൾ പറഞ്ഞു പെർഫോമൻസ് ഓഫ് ടെർമിനേഷൻ ഓഫ് കോൺട്രാക്ട്. അതിൽ 2 ടോപ്പിക്, കണ്ടിജന്റ് കോൺട്രാക്റ്റും അതുപോലെ തന്നെ ക്വാസി കോൺട്രാക്റ്റും. ഇതോടുകൂടെ ഫസ്റ്റ് ബ്ലോക്ക് അവസാനിച്ചു. ഇനി നമുക്ക് സെക്കൻഡ് ബ്ലോക്ക് ആണ് പറയാനുള്ളത്, ബ്ലോക്ക് 2. അതിൽ 2 ടേമുകളാണ് വരുന്നത്, ബെയിൽമെന്റും പ്ലഡ്ജും. ഓക്കെ, അപ്പോൾ ഈ ഒരു സെഷന് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ബാക്കി 9 മണിക്ക് കേട്ടോ, ഇന്ന് രാത്രി 9 മണിക്കാണ് നമ്മുടെ ക്ലാസ്, അതിൽ ബാക്കി ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു.